ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം കോർപ്പറേഷൻ്റെ സ്പെഷ്യലൈസേഷൻ പേപ്പറായിട്ടുള്ള കോ ഓപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കോഓപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ്. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം മീറ്റ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് എക്സാം മീറ്റ് ചെയ്യുകയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടിയാണ് കോഓപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന പേപ്പർ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 വരുന്നത് കോർപ്പറേഷൻ ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിളാണ്. ഈ ഒരു മൊഡ്യൂളിൽ വളരെ ചെറിയതും അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യം ഉള്ള മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത് 2 കാര്യങ്ങളാണ്. ഒരു ഭാഗം കോർപ്പറേഷൻ്റെ ഭാഗവും മറ്റൊരു ഭാഗം കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിളും. അപ്പോൾ 2 ഏരിയ മാത്രമേ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളൂ. ആ കാര്യം ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാം. ഒന്നെന്താണ് കോർപ്പറേഷൻ, മറ്റൊന്ന് കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിളും. അതിൽ കോർപ്പറേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കോർപ്പറേഷൻ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ബെനിഫിറ്റ്, ഇത്രയും ടോപ്പിക്കാണ് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കോർപ്പറേഷൻ നോക്കാം. കോർപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കോ ഓപ്പററി. കോ ഓപ്പററി എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് നിന്നാണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോർപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കോ ഓപ്പററി. അതിൽ കോ മീൻസ് വിത്ത് എന്നാണ് അർത്ഥം. ഓപ്പററി മീൻസ് ടു വർക്ക് എന്നാണ് അർത്ഥം. ഹെൻസ് കോർപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഒരു കോമൺ ലക്ഷ്യം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് കോർപ്പറേഷൻ. നമ്മൾ മലയാളത്തിൽ പറയുന്നത് സഹകരണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കോർപ്പറേഷൻ്റെ മീനിങ് ആണ്. കോർപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള കോ ഓപ്പററി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. അതിൽ കോ മീൻസ് വിത്ത് എന്നും ഓപ്പററി മീൻസ് ടു വർക്ക് എന്നുമാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ കോർപ്പറേഷൻ്റെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കോട്ടിങ്സ് ആണ്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗത്ത് നിങ്ങൾക്ക് എക്സാമിന് ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ വരുന്നത് ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് കോർപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അപ്പോൾ ഇത്തരം കോട്ടിങ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കോർപ്പറേഷൻ്റെ ഐഡിയകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, മറ്റൊന്ന് മ്യൂച്വൽ എയ്ഡ്, ദെൻ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഇനി നമുക്ക് കോർപ്പറേഷൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഈ ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത് ICA എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്നാണ്. ICAൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. വേൾഡിൽ കോർപ്പറേഷനെ നിയന്ത്രിക്കുന്ന സംഘടനയാണെന്ത്? ഒരു കൂട്ടായ്മയാണെന്ത്? ICA. അപ്പോൾ ICA നൽകിയിട്ടുള്ള ഡെഫിനിഷൻ നോക്കാം. എ കോഓപ്പറേറ്റീവ് ഈസ് ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ യുണൈറ്റഡ് വളണ്ടറിലി ടു മീറ്റ് ദെയർ കോമൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ ത്രൂ എ ജോയിൻ്റ്ലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എൻ്റർപ്രൈസ്. ICAയുടെ ഒപ്പീനിയൻ പ്രകാരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓട്ടോണമസ് അസോസിയേഷൻ, അതായത് സ്വയം ഭരണമുള്ള ഒരു സ്ഥാപനമാണിത് കോർപ്പറേഷൻ. അതുപോലെ തന്നെ അത് ഫോം ചെയ്തിട്ടുള്ളത് ഒരാളുടെയും നിർബന്ധപ്രകാരമല്ല. എന്താണ്? വളണ്ടറിലി ആണ്. എന്തിനു വേണ്ടിയാണ്? ടു മീറ്റ് ദെയർ കോമൺ, നമ്മുടെ കോമൺ ആയിട്ടുള്ള എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ്, എക്സ്പ്രഷൻ ത്രൂ എ ജോയിൻ്റ്ലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എൻ്റർപ്രൈസ്. അപ്പോൾ
കോമൺ ആയിട്ടുള്ള നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്വമേധയായിട്ട് രൂപം കൊണ്ട ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ട്, ഓട്ടോണമസ് അധികാരമുണ്ട്, അതുപോലെ തന്നെ വളണ്ടറി ആയിട്ടാണ് അവർ രൂപീകരിച്ചിട്ടുള്ളത് അല്ലേ. കോമൺ ആയിട്ടുള്ള എക്കണോമിക്കും സോഷ്യലും കൾച്ചറും നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഏത് രീതിയിലാണ്? ജനാധിപത്യ രീതിയിലാണ്. അപ്പോൾ ICയുടെ ഡെഫിനിഷന് കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ സ്വഭാവം എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ആൻ അസോസിയേഷൻ പേഴ്സണാണ്. ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി എന്താണ്? ഇൻഡിവിജ്വൽസിൻ്റെ അസോസിയേഷനാണ് അല്ലേ. ഒരേ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന കുറേ ഇൻഡിവിജ്വൽസ് കൂടി ചേർന്നിട്ടാണ് ഇതിന് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഒരു 25 ആൾക്കാർ കൂടി ചേർന്നിട്ട് ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അത്തരം സൊസൈറ്റി കേരള കോർപ്പറേറ്റ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് പ്രവർത്തിക്കാം? ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് പ്രവർത്തിക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കോർപ്പറേറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആണ്. സെക്കൻഡ് പോയിന്റ്, ആൻ എൻ്റർപ്രൈസ് ഓർ അണ്ടർടേക്കിംഗ്. കോർപ്പറേറ്റ് സൊസൈറ്റി എന്നത് ഒരു ബിസിനസ് സ്ഥാപനം പോലെയാണ്. നമ്മൾ പല രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ കണ്ടിട്ടായിരിക്കും അല്ലേ. ഏകാംഗ വ്യാപാരം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നിങ്ങനെ പോലെ ഒരു ബിസിനസ് സ്ഥാപനമാണെന്ത് കോർപ്പറേറ്റ് സൊസൈറ്റി. നമുക്ക് പല കോർപ്പറേറ്റീവ് ബിസിനസ് പറയാം. ഇപ്പോൾ മിൽമ ആയാലും അതുപോലെ തന്നെ ഇനി കയർ സൊസൈറ്റി ആണെങ്കിലും ഇതൊക്കെ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനമാണ്. അപ്പോൾ രണ്ടാമത്തെ ഫീച്ചേഴ്സ് പറഞ്ഞത് ആൻ എൻ്റർപ്രൈസ് ആണ്. തേർഡ്, വളണ്ടറി അസോസിയേഷൻ. ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി രൂപീകരിക്കുന്നത് സ്വമേധയായിട്ടാണ്. വളണ്ടറിൻ്റെ മീനിങ് എന്താണ്? സ്വമേധയായിട്ട്. കോർപ്പറേറ്റ് സൊസൈറ്റി ഈസ് വളണ്ടറിലി അസോസിയേഷൻ പേഴ്സൺ യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്റ്റ്. അതായത് ഒരാൾ ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് ആരുടെയും നിർബന്ധപ്രകാരമല്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സൊസൈറ്റിയിൽ പോയിട്ട് ജോയിൻ ചെയ്യാണ്. ഇന്ന കോർപ്പറേറ്റ് സൊസൈറ്റീൻ്റെ ഭാഗമാവാൻ ഞാൻ എന്ത് ചെയ്യാണ്? ആഗ്രഹിക്കുകയാണ്. എനിക്കെന്ത് ചെയ്യുക? ആ സൊസൈറ്റിയുടെ ഭാഗമാവി തീരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരാളുടെയും നിർബന്ധപ്രകാരമല്ല, എന്താണ്? സ്വമേധയായിട്ടാണ് ഒരാൾ ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുന്നത്. നെക്സ്റ്റാണ് സർവീസ് ഒബ്ജക്റ്റീവ്സ്. ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്താണ്? സർവീസാണ്, റാദർ ദാൻ പ്രോഫിറ്റ്. ഇവരൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ പോലും ഇവരുടെ മേജർ ലക്ഷ്യം അല്ലേ, എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് സേവനമാണ്. ആ സേവനത്തിലൂടെ എന്ത് നേടുക എന്നാണ്? പ്രോഫിറ്റ് നേടുക എന്നതാണ് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ 4 പോയിൻ്റാണ് പറഞ്ഞത്. ആൻ അസോസിയേറ്റ് പേഴ്സൺ, എൻ്റർപ്രൈസ്, വളണ്ടറി അസോസിയേഷന്, സർവീസ് ഒബ്ജക്റ്റീവ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ദ കോർപ്പറേറ്റ് സൊസൈറ്റി ഈസ് മാനേജ്ഡ് ബൈ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് മെമ്പേഴ്സ്. ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വൺ മാൻ വൺ വോട്ട്. കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ ഓരോ വ്യക്തികൾക്കും ഓരോ വോട്ട് എന്ന രീതിയിലാണ്. നമുക്കറിയാം ജനാധിപത്യത്തിൽ എങ്ങനെയാണ്? ഒരു വ്യക്തിക്ക് ഒരു വോട്ടാണ്. അതുപോലെയാണ് എന്ത് കോർപ്പറേറ്റ് സൊസൈറ്റി. അല്ലാതെ എന്തല്ല, കമ്പനിയെപ്പോലെ ഒരു ഷെയറിന് ഒരു വോട്ടല്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, കോർപ്പറേറ്റ് സൊസൈറ്റി ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണെന്ന് പറയാൻ കാരണം. അതായത് ജനാധിപത്യ രീതിയിൽ വോട്ട് നടക്കും. ആ ഓരോ മെമ്പേഴ്സും എന്ത് ചെയ്യും? വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്ത് എലക്ട് ചെയ്ത ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയെ നിയന്ത്രിക്കുന്നത്. ദെൻ സിക്സ്ത് പോയിന്റ്, ഈക്വിറ്റിയാണ്. ഈക്വിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് നോ ഡിസ്ക്രിമിനേഷൻ എന്നാണ്. അതായത് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് തമ്മിൽ റിലീജിയൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റു ഏതൊരു കാര്യത്തിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല.
അതായത് എല്ലാവരും എന്തായിരിക്കണം, എല്ലാ മെമ്പേഴ്സും എന്തായിരിക്കണം, ഈക്വിറ്റി, നോ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് ആണ് നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് അർത്ഥമാക്കുന്നത് നീതി നടപ്പാക്കണം. ദർ ഈസ് നോ ക്ലാസ് ഡിവിഷൻ എമംഗ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് ഇൻ കോർപ്പറേഷൻ. അതായത് മുതലാളി തൊഴിലാളി എന്ന രീതി അവിടെ ഇല്ല, കോർപ്പറേഷനില്ല. എല്ലാവർക്കും എന്ത് നൽകണം, സോഷ്യൽ ജസ്റ്റിസ് നൽകണം. ദെൻ സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ്. കോർപ്പറേറ്റ് സൊസൈറ്റി ഒരു രാജ്യത്തെ ഒരു സോഷ്യോ എക്കണോമിക് മൂവ്മെൻ്റ് ആണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഒന്നാണെന്ത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് പോയിന്റ് പ്രൊപ്പോർഷണാലിറ്റി ഓർ ഈക്വാലിറ്റി. കോപ്പറേറ്റ് സൊസൈറ്റി ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ഓർ ഈക്വാലിറ്റി. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള. നെക്സ്റ്റ് പോയിന്റ് പ്രൊപ്പോർഷണാലിറ്റി ഓർ ഈക്വാലിറ്റി. കോപ്പറേറ്റ് സൊസൈറ്റി ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ഓർ ഈക്വാലിറ്റി. ഒരു കോപ്പറേറ്റ് സൊസൈറ്റി എന്താണ്, തുല്യത അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക. അതായത് ഒരു കോപ്പറേറ്റ് സൊസൈറ്റിൻ്റെ സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എങ്ങനെയല്ല, ഷെയറിൻ്റെ ബേസിലല്ല അല്ലേ, അവിടെ എന്ത് നോക്കും, പ്രൊപ്പോർഷണാലിറ്റി നോക്കും. ഓരോ മെമ്പേഴ്സിനും തുല്യമായ രീതിയിലാണ് എന്ത് കൊടുക്കുക, ലാഭവിഹിതം കൊടുക്കുക. അപ്പോൾ ഒരു കോപ്പറേറ്റ് സൊസൈറ്റിയിൽ ലാഭവിഹിതം അല്ലെ, സർപ്ലസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, ഒന്നില്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ദെൻ 10th കാറ്റഗറിക്സ് ആണ് യൂണിവേഴ്സൽ മൂവ്മെൻറ്റ്. കോപ്പറേറ്റ് സൊസൈറ്റി ഈസ് എ യൂണിവേഴ്സൽ മൂവ്മെൻറ്റ് ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ്. കോപ്പറേറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ മൂവ്മെൻ്റ് ആണ്. നമുക്ക് ലോകത്തെ ഏത് രാജ്യങ്ങളിലും എന്ത് കാണാം, കോപ്പറേഷൻ കാണാം അല്ലേ, സഹകരണം. ഇപ്പോൾ 2 ആൾക്കാർക്ക് അല്ലെങ്കിൽ 3 ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു സംഘടന രൂപീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവർ ഒരുമിച്ച് നിന്നിട്ട് പ്രവർത്തിക്കും. അതാണ് എന്ത്, കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, ഒരു യൂണിവേഴ്സൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ 10 ഫീച്ചേഴ്സാണ് പറഞ്ഞത്. 1 അസോസിയേഷൻ ഓഫ് പേഴ്സൺ, 2 ആൻ എൻ്റർപ്രൈസ് അല്ലെ, ഒരു ബിസിനസ് സ്ഥാപനമാണ്. 3 വളണ്ടറി അസോസിയേഷൻ, സ്വമേധയായിട്ട് രൂപം കൊണ്ടാണ്, എന്തല്ല ഒരാളുടെയും നിർബന്ധപ്രകാരം അല്ല. 4 സർവീസ് ഒബ്ജക്റ്റീവ്. ഒരു കോപ്പറേറ്റ് സൊസൈറ്റിൻ്റെ മേജർ എയിം എന്താണ്, സർവീസാണ്, എന്തല്ല പ്രോഫിറ്റ് അല്ല. ദെൻ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. കോപ്പറേറ്റ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നതാണ് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് മെമ്പേഴ്സാണ്. ദെൻ ഇക്വിറ്റി. യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും അവിടെ ഉണ്ടാകാൻ പറ്റില്ല, ഒരു കോപ്പറേറ്റ് സൊസൈറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അല്ലേ, അപ്പർ ക്ലാസ്സോ ലോവർ ക്ലാസ്സോ കോപ്പറേറ്റ് സൊസൈറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല. ദെൻ സോഷ്യോ എക്കണോമിക് മൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രൊപ്പോർഷണാലിറ്റിയോ ഈക്വാലിറ്റിൻ്റെ ബേസിലാണ് സർപ്ലസ് തീരുമാനിക്കുക. ദെൻ ഫൈനൽ പോയിന്റ് യൂണിവേഴ്സൽ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. 5 മാർക്കിനൊക്കെ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേഷൻ. ജസ്റ്റ് ഓരോ പോയിന്റും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ് വരുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് മിഡിൽ മാനെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക, അതായത് ഇടനിലക്കാരനെ ഒഴിവാക്കുക. സെക്കൻഡ് ആണ് റൈസിങ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പുവർ അല്ലേ, ഒരു പാവപ്പെട്ടവൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ് ഉയർത്തുക എന്നതും കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ദെൻ തേർഡ് പോയിന്റ് റിമൂവൽ ഓഫ് ദി എവിൾസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ മുതലാളിത്ത വ്യവസ്ഥയുടെ എവിൾസ് പോരായ്മകൾ ഇല്ലായ്മ ചെയ്യുക, അതായത് മുതലാളിത്തം ഇല്ലായ്മ ചെയ്യുക. ദെൻ ഫോർത്ത് പോയിന്റ് റൈസിങ് മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ മോറൽ സ്റ്റാൻഡേർഡ് ധാർമ്മികത ഉയർത്തുക. ദെൻ ഇൻക്രീസ് പ്രോസ്പെരിറ്റി ഓഫ് ദി ഹോൾ കമ്മ്യൂണിറ്റി. സമൂഹത്തിൻ്റെ ഉയർച്ച ഉന്നമനത്തിലേക്ക്
എത്തിക്കുക എന്നതും കോർപ്പറേറ്റ് സൊസൈറ്റിൻ്റെ എന്താണ് ഒരു ലക്ഷ്യമാണ്. ദെൻ അബോളിഷൻ ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റീസ്, സൊസൈറ്റിയിലുള്ള ഇനീക്വാലിറ്റി തുല്യത ഇല്ലായ്മ എന്ത് ചെയ്യുക, അബോളിഷ് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പൊളിറ്റിക്സിനോ റിലീജിയസിനോ വലിയൊരു പ്രാധാന്യം നൽകുക, തുല്യമായിട്ട് കാണുക, ന്യൂട്രൽ, പൊളിറ്റിക്സും റിലീജിയൻ എന്തായി കാണുക, ഒരു ന്യൂട്രലായിട്ട് കാണുക. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്, ഒരു കോർപ്പറേറ്റ് ലൈഫ് സംരംഭ രീതിയിലുള്ള ഒരു ലൈഫ് കെട്ടിപ്പടുക്കുക എന്നതും കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞ ഓരോ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സ്പ്ലനേഷൻ ഒന്നും ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വലിയ ചോദ്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ ബെനിഫിറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത് 3 രീതിയിലാണ്. ഒന്ന് വരുന്നത് എക്കണോമിക് ബെനിഫിറ്റ്, സാമ്പത്തികപരമായിട്ടുള്ള എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. ദെൻ സെക്കൻഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്. തേർഡ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്. ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയി നോക്കാം. ഫസ്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്. ഇപ്പോൾ ഏതൊക്കെയാണ് കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. വെൽത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റബിളായിട്ട് തുല്യമായിട്ട് വീതിക്കാൻ കോർപ്പറേറ്റ് സൊസൈറ്റി സഹായിക്കും. അപ്പോൾ കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ ഒരു എക്കണോമിക് ബെനിഫിറ്റ് ആണെന്ത്, ഇക്വിറ്റബിളായിട്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കോർപ്പറേറ്റ് സൊസൈറ്റി സഹായിക്കുന്നത്. സെക്കൻഡ് പോയിൻ്റാണ് ഇൻക്രീസിങ് പർച്ചേസിങ് പവർ ആൻഡ് റിയൽ വേജ് ഓഫ് ഇൻഡിവിജ്വൽ. അല്ലെ, നമ്മുടെ പർച്ചേസിങ് പവർ കൂടും, അതോടൊപ്പം തന്നെ എന്തും കൂടും, റിയൽ വേജും കൂടും. ദെൻ തേർഡ് പോയിന്റ് ക്രിയേറ്റ് പ്രോഫിറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സർവീസ്. നമുക്ക് പ്രോഫിറ്റ് നേടാൻ സഹായിക്കും എന്തിലൂടെ, സേവനത്തിലൂടെ. അപ്പോൾ ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി ഒരു ഇൻഡിവിജ്വലിന് നൽകുന്ന ഒരു എക്കണോമിക് ബെനിഫിറ്റ് ആണെന്ത്, പ്രോഫിറ്റ് നേടാൻ കഴിയും എന്തിലൂടെ, സർവീസിലൂടെ. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആണ് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അല്ലെ, കോസ്റ്റ് കുറക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, എംപ്ലോയീസ് ഒന്നും പിരിഞ്ഞു പോവില്ല, ആ സ്ഥാപനത്തിൽ നിൽക്കും. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പ്. അല്ലേ, മുതലാളി തൊഴിലാളി തമ്മിലുള്ള ബന്ധം കൂട്ടും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 3 രീതിയിലാണ് കോർപ്പറേഷൻ്റെ ബെനിഫിറ്റ് പറയുന്നത്. 1 എക്കണോമിക് ബെനിഫിറ്റ്, അല്ലേ, 2 സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്, 3 എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്. അത് നമ്മൾ എക്കണോമിക് ബെനിഫിറ്റ് കൃത്യമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ് നോക്കാം. അപ്പോൾ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്സിന്, അതായത് ഗവൺമെൻറ്റിന് എന്തെല്ലാം പ്രാധാന്യമുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കണം, പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല, ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് എഡ്യൂക്കേഷൻ ഇൻ ഡെമോക്രസി. അല്ലേ, നമുക്ക് എന്ത് ചെയ്യും, ഒരു ജനാധിപത്യ എഡ്യൂക്കേഷൻ നൽകാൻ കോർപ്പറേറ്റ് സൊസൈറ്റി സാധിക്കും, ജനാധിപത്യ രീതിയിലുള്ള എഡ്യൂക്കേഷൻ നൽകാൻ സാധിക്കും. സെക്കൻഡാണ് ടു ട്രെയിൻ ഫോർ പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കൽ പവർ ട്രെയിൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ടു പ്രിവെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റും തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ അണ്ടർ എംപ്ലോയ്മെൻറ്റും കുറക്കാൻ എന്ത് സഹായിക്കും, കോർപ്പറേറ്റ് സൊസൈറ്റി സഹായിക്കും. അതുപോലെ തന്നെ ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ. മനുഷ്യനെയും മെറ്റീരിയലും, അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് മലകൾ, അത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലോയിറ്റേഷന് തടയുന്ന ഒന്നാണെന്ത്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബെനിഫിറ്റാണ് പറഞ്ഞത്. അത് 2 ബെനിഫിറ്റ് പറഞ്ഞു, എക്കണോമിക് ബെനിഫിറ്റും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റും. ഇനി എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്. എഡ്യൂക്കേഷൻ ബെനിഫിറ്റിൽ ഏറ്റവും മെയിൻ നമ്മളൊക്കെ എന്ത് പഠിക്കുന്നുണ്ട്, കോർപ്പറേഷൻ പഠിക്കുന്നുണ്ട്. കോർപ്പറേഷൻ പഠിച്ച് എന്തിട്ടുണ്ട്, നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലേ, ഏറ്റവും കൂടുതൽ ഒരു ജോലി സാധ്യതയുള്ള മേഖലയാണെന്ത്, കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് നോക്കാം. ദ ഇൻഡിവിജ്വൽ ലേൺ ബൈ എക്സ്പീരിയൻസ് ഗെയിൻഡ് പ്രാക്ടിക്കൽ വർത്ത് ഓഫ് കോർപ്പറേഷൻ. അല്ലേ, ഒരു ഇൻഡിവിജ്വലിന് ഒരുപാട് എക്സ്പീരിയൻസ് നേടാൻ കോർപ്പറേഷൻ സഹായിക്കും.
അതുപോലെ തന്നെ ദർ ആർ മെനി കോർപ്പറേറ്റ് സ്കൂൾ കോളേജ് പ്രൊവൈഡ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. അല്ലേ, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് എന്ത് നൽകുന്നുണ്ട്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ 2 എഡ്യൂക്കേഷൻ ബെനിഫിറ്റാന്ന് പറഞ്ഞത്, ഒന്ന് നമുക്ക് നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് നമ്മളുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ എന്ത് നൽകുന്നുണ്ട്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോർപ്പറേഷൻ്റെ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താണ് കോർപ്പറേഷൻ പറഞ്ഞു, കോർപ്പറേഷൻ്റെ ഡെഫിനിഷൻ, ICAയുടെ ഡെഫിനിഷൻ പറഞ്ഞു, അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ബെനിഫിറ്റ്. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ. യൂണിവേഴ്സിറ്റി എക്സാമിന് പല തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു എസ്സേ ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ. അപ്പോൾ ഈ ടോപ്പിക്കിന് നല്ല പ്രാധാന്യം കൊടുക്കണം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എസ്സേ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. യൂണിവേഴ്സിറ്റി എക്സാമിൽ നിന്നല്ല, PSC എക്സാമിനും അതുപോലെ തന്നെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ബാങ്ക് ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ കോർപ്പറേഷൻ്റെ പേപ്പറുമായി ബന്ധപ്പെട്ട എല്ലാ എക്സാമുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണിത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ as a set of rules which govern the life and activity of a corporate society. A set of rules which govern the life and the activity of a cooperative society. കോപ്പറേറ്റ് സൊസൈറ്റിയെ ഗവേൺ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന സെറ്റ് ഓഫ് റൂൾസിന് പറയുന്ന പേരാണിത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. അപ്പോൾ കുറേ റൂൾസ് നിയമങ്ങൾ അതെന്ത് ചെയ്യുന്നു? കോപ്പറേറ്റ് സൊസൈറ്റിയെ നിയന്ത്രിക്കുന്നു. അത്തരം നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 4 വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജിലൂടെയാണ്. 4 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ സ്റ്റേജുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓരോ സ്റ്റേജിലും വരുന്ന പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേജ് റീഫോർമേറ്റഡ് പ്രിൻസിപ്പിൾ ബൈ ICA ആണ്. തേർഡ് സ്റ്റേജ് കാർവേ കമ്മിറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്. 1966 ആ പ്രിൻസിപ്പിൾ നിലവിൽ വരുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് 1995 ICA കോൺട്രിബ്യൂട്ട് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്. ഇതാണ് ഇന്നും കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിളായിട്ട് അറിയപ്പെടുന്നത്. ഒരു 7 പ്രിൻസിപ്പിൾസാണ് എന്ത് ചെയ്തിട്ടുള്ളത് 1995 ICA ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ICAൻ്റെ ഫുൾ ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജും കൃത്യമായിട്ട് നോക്കാം. ഫസ്റ്റാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ. റോക്ക്ഡെയിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർക്ക് അടുത്ത് റോക്ക്ഡെയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് 28 ഫാനൽ വീവേഴ്സ്, നെയ്ത്തുകാർ ചേർന്നിട്ട് ഓരോ പൗണ്ട് വീതം, അതായത് 28 പൗണ്ട് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് 1844 ഒരു സൊസൈറ്റി രൂപീകരിച്ചു. ആ സൊസൈറ്റിക്ക് പറയുന്ന പേരാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി. അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത പ്രിൻസിപ്പിളാണെന്ത് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ എന്താണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ ഒന്നും കൂടി നോക്കാം. ദ പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ടഡ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി ഈസ് നോൺ ആസ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ. അപ്പോൾ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി കോൺട്രിബ്യൂട്ട് ചെയ്ത, സംഭാവന ചെയ്ത പ്രിൻസിപ്പിളിന് പറഞ്ഞ പേരാണിത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി ഇൻ ഇംഗ്ലണ്ട് ഈസ് കൺസിഡർഡ് ആസ് ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റ് സൊസൈറ്റി ഇൻ ദി വേൾഡ്. വേൾഡിലെ ആദ്യത്തെ വിജയകരമായിട്ടുള്ള ഒരു കോപ്പറേറ്റ് സൊസൈറ്റിയാണിത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി. അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത പ്രിൻസിപ്പിളാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് റോക്ക്ഡെയിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ അടുത്തുള്ള ഒരു ഗ്രാമമാണ്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർക്ക് അടുത്തുള്ള ഗ്രാമമാണ്. അവിടുത്തെ 28 ഫാനൽ വീവേഴ്സ് ഓരോ പൗണ്ട് വീതവും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് 1844 രൂപീകരിച്ച
ഒരു സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി. അങ്ങനെ അവരെന്ത് ചെയ്തു, കുറേ കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾ സംഭാവന ചെയ്തു. അത്തരം പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് റോക്ക്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. റോക്ക്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾ 8 പ്രിൻസിപ്പിളാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ 4 സ്റ്റേജസ് ആയിട്ടാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ പറഞ്ഞു. ഫസ്റ്റ് 3 സ്റ്റേജിൽ നമ്മൾ പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. 4ാമത് സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലനേഷനും കൂടി കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് റോക്ക്ഡെയിലിൻ്റെ 8 പ്രിൻസിപ്പിൾസ് നോക്കാം. ഒന്നാണ് ഓപ്പൺ മെമ്പർഷിപ്പ്. ഇല്ലേ, മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ഓൾ എലിജിബിൾ പേഴ്സൺ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ത് നൽകുക, മെമ്പർഷിപ്പ് നൽകുക. ദെൻ സെക്കൻഡാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ. അല്ലേ, ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണ് ഇത് ഭരണം നടത്തുന്നത്. ദെൻ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൽ ലിമിറ്റ് ചെയ്ത, അതായത് ഇൻട്രസ്റ്റ് എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ദെൻ പാട്രണേജ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് എന്തായിരിക്കും, പാട്രണേജ് ഒരേപോലെ ആയിരിക്കും. ക്യാഷ് ട്രേഡിംഗ്, അതായത് നോ ക്രെഡിറ്റ് നടത്തും. എല്ലാ ട്രാൻസാക്ഷനും എന്തായിരിക്കണം, ക്യാഷ് ആയിരിക്കും. യാതൊരു രീതിയിലുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷനും അവിടെ ഉണ്ടായിരിക്കില്ല. ദെൻ 6ാമത്തത് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. പൊളിറ്റിക്സും റിലീജിയനും എന്തായി കാണുക, ഒരു ന്യൂട്രൽ. അല്ലേ, പൊളിറ്റിക്സിനും പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല, റിലീജിയനും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല. രണ്ടും എന്താണ്, ഒരു ന്യൂട്രലായിട്ട് കാണുക. ദെൻ 7th പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് ഒരുപാട് സപ്പോർട്ടുകൾ പ്രൊമോഷൻ ചെയ്യുക, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന് നല്ല രീതിയിലുള്ള പ്രാധാന്യം നൽകുക. ദെൻ സെല്ലിങ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. നല്ലതും മായം ചേർക്കാത്തതുമായിട്ടുള്ള ഗുഡ്സുകൾ വിപണിയിലേക്ക് ഇറക്കാം. അപ്പോൾ റോക്ക്ഡെയിലിലെ പ്രിൻസിപ്പിൾ 8 ഈ 8ഉം കാണാപ്പാഠം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണോ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല, നമ്മൾ പല സ്റ്റേജുകളായിട്ട് എക്സ്പ്ലനേഷൻ പഠിക്കും. അഥവാ എക്സാമിന് ഇത് ഡീറ്റെയിൽഡ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ കഴിയും, ഇത് എഴുതാൻ കഴിയും. പല ഭാഗത്തും നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇത് എഴുതാൻ കഴിയും. അപ്പോൾ ഇതിൽ ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ക്യാഷ് ട്രേഡിംഗ് ഒന്ന് നോക്കാം. ക്യാഷ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിരിക്കില്ല, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കില്ല. ഓൾ ട്രാൻസാക്ഷനും എന്തായിരിക്കും, ക്യാഷ് ആയിരിക്കും. അതാണ് റോക്ക്ഡെയിലിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഓക്കെ അല്ല. അപ്പോൾ റോക്ക്ഡെയിലിൻ്റെ 8 പ്രിൻസിപ്പിൾ പറഞ്ഞു. അങ്ങനെ 1844 റോക്ക്ഡെയിൽ കോർപ്പറേഷന് 8 പ്രിൻസിപ്പിൾ സംഭാവന ചെയ്തു. അതിനുശേഷം 1937 1937 ഡേറ്റൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 1937 അല്ലേ, ICAയുടെ ഒരു കോൺഫറൻസിൽ അവരെന്ത് ചെയ്തു, ഈ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ 2 തലമാക്കി തിരിച്ചു. എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളും. അവിടെ യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളും ഇല്ല. എന്താക്കണുള്ളൂ, ഫസ്റ്റ് 4 പ്രിൻസിപ്പിൾ എസെൻഷ്യലാണ്, കുറച്ചും കൂടി പ്രാധാന്യപ്പെട്ടതാണ്. പിന്നെ വരുന്ന 4 പ്രിൻസിപ്പിൾ എന്താണ്, അല്ലേ, ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾ? ഓപ്പൺ മെമ്പർഷിപ്പ് എസെൻഷ്യലാണ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ പാട്രണേജ് ഡിവിഡൻറ്റ് എന്നിങ്ങനെ ഈ 4 പ്രിൻസിപ്പിളാണ് എന്തുള്ളത്, എസെൻഷ്യൽ പ്രിൻസിപ്പിൾ. ദെൻ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളാണ് ക്യാഷ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷന്, സെല്ലിംഗ് ആൻഡ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് 2 സ്റ്റേജിലും സെയിം പ്രിൻസിപ്പിളാണ്. ആദ്യ സ്റ്റേജിൽ റോക്ക്ഡെയിൽ 8 പ്രിൻസിപ്പിൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റേജിൽ ICA ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് 1937 എന്താക്കി, ഈ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ 2 തലമാക്കി, എസെൻഷ്യലും നോൺ എസെൻഷ്യലും. എസെൻഷ്യൽ 4 നോൺ എസെൻഷ്യൽ 4 പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ തേർഡ് സ്റ്റേജിൽ കാർവേ കമ്മിറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, അതായത് DJ കാർവേയുടെ നേതൃത്വത്തിൽ, ഇന്ത്യക്കാരനാണ് DJ കാർവേ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1964 ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ കമ്മിറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തു, ഒന്ന് റീഫോർമുലേറ്റ് ചെയ്തു.
അങ്ങനെ അവർ 6 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഡി ജെ കാർവേ, ഇന്ത്യക്കാരനായ ഡി ജെ കാർവേയുടെ നേതൃത്വത്തിൽ എന്ത് തീരുമാനിച്ചു? ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. 1964 എന്ത് കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചാണെന്ത് 1966. അപ്പോൾ കാർവേ പ്രിൻസിപ്പിൾ എന്ന് പറയും, അല്ലെങ്കിൽ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. ഓക്കെ അല്ലോ. തേർഡ് സ്റ്റേജിൽ ഏതാണ്? കാർവേ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ. ഇവിടെ 6 പ്രിൻസിപ്പിൾസാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത് ഓപ്പൺ ആൻഡ് വളണ്ടറി മെമ്പർഷിപ്പാണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്പർഷിപ്പ് ഈസ് എലിജിബിൾ ടു ഓൾ എന്നുള്ള അർത്ഥമാണ്. വളണ്ടറി എന്ന് പറയുന്നത് എന്താണ്? സ്വമേധയായി. ദെൻ നെക്സ്റ്റ് ആണ് ഡെമോക്രാറ്റിക് കൺട്രോളാണ്. ജനാധിപത്യ രീതിയിലാണ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ദെൻ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റലാണ്. ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ആണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇതിൽ ഈ 6ാമത്തെ പ്രിൻസിപ്പിളാണ് കാർവേ പ്രിൻസിപ്പിൾ. ബാക്കിയൊക്കെ ഇതിലുണ്ട് റോക്ക്ഡെയിലിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ കാർവേ കമ്മിറ്റി ഡെവലപ്പ് ചെയ്ത ഏത് പ്രിൻസിപ്പിളാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി 8 പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തു. സെക്കൻഡ് സ്റ്റേജിൽ 1937 IC എന്ത് ചെയ്തു? അത് എസെൻഷ്യലും നോൺ എസെൻഷ്യലും ആക്കി മാറ്റി. ദെൻ 1966 കാർവേ കമ്മിറ്റി എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ റീഫോർമേറ്റ് ചെയ്തു. അങ്ങനെ 6 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളായി. ദെൻ ഫൈനൽ സ്റ്റേജ്, വളരെ പ്രധാനപ്പെട്ട സ്റ്റേജാണ് ഫൈനൽ സ്റ്റേജ്. ഇന്നും നിലനിൽക്കുന്ന പ്രിൻസിപ്പിളാണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് 3 സ്റ്റേജ് പോയിൻ്റ് ചെയ്തിട്ട് 4ാമത്തെ സ്റ്റേജ് വിശദീകരിക്കാം. അല്ല, നിങ്ങൾ ഈ ഒരു 7 പ്രിൻസിപ്പിൾസാണ് എഴുതുന്നെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് ലഭിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് ഈ 7 പ്രിൻസിപ്പിൾസ്. ഇത് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിലും കോപ്പറേറ്റീവ് എക്സാം ആണെങ്കിലും PSC എക്സാം ആണെങ്കിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. അപ്പോൾ ICA ആണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തത്. 1995 എന്ത് ചെയ്തത്? ICA ഇന്ന് നിലനിൽക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്ത്. ഇത് പല രീതിയിൽ ചോദിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ആൻസർ എഴുതാം. 7 പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാലും ഈ 7 പ്രിൻസിപ്പിളാണ് എഴുതേണ്ടത്. അതിലൊന്നാണ് വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. 2 ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. 3 മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷന്. 4 ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. 5 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷന്. 6 കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. 7 കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാം. കോഡൊക്കെ വെച്ച് കണ്ടോ, ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ കോഡൊക്കെ എഴുതിങ്ങാണ്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഈ 7 പ്രിൻസിപ്പിൾസ് എല്ലാവർക്കും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ പ്രിൻസിപ്പിൾസും ഇത് നമുക്ക് വിശദീകരണം എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. അപ്പോൾ 1ാമത്തെ പ്രിൻസിപ്പിളാണ് വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. അപ്പോൾ ഇതിൽ 2 ഭാഗമാണ് അല്ലേ. ഒന്നെന്താണ്? വളണ്ടറി ആണ്, മറ്റൊന്ന് ഓപ്പൺ മെമ്പർഷിപ്പാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ യുണൈറ്റഡ് ഫോർ കോമൺ ഒബ്ജക്റ്റ് അല്ലേ. ഒരു കോമൺ ഒബ്ജക്റ്റിന് വേണ്ടി, അതായത് ഒരു കോമൺ ലക്ഷ്യത്തിന് വേണ്ടി വളണ്ടറി ആയിട്ട് രൂപീകരിച്ച സ്ഥാപനമാണിത് കോപ്പറേറ്റീവ് സൊസൈറ്റി. സ്വമേധയായിട്ട് കോമൺ ലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിച്ച സ്ഥാപനമാണിത് കോപ്പറേറ്റീവ് സൊസൈറ്റി. എ പേഴ്സൺ എൻറ്ററിങ് ഇൻ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്തൗട്ട് എനി മാറ്റർ ഓഫ് കമ്പൽഷൻ അല്ലെ. ഒരാളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുന്നത് ആരുടെയും നിർബന്ധപ്രകാരമല്ല. ഇപ്പോൾ ഒരാൾ ഒരു സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്തല്ല, ഒരാൾ നിർബന്ധിച്ചിട്ടല്ല, അയാളുടെ സ്വമേധയാണ്. അപ്പോൾ ഇതാണ് വളണ്ടറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ പല ഭാഗത്തും നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഈ ഒരു ആൻസർ എഴുതാൻ പറ്റും അല്ലേ. ഫീച്ചേഴ്സിലും പല ഭാഗത്തും എന്ത് വരുന്നുണ്ട്? ഈ വളണ്ടറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് ആണ് അല്ലേ ഓപ്പൺ മെമ്പർഷിപ്പ്. ദ മെമ്പർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ ടു ഓൾ എലിജിബിൾ പേഴ്സൺ. എന്താണ് ഓപ്പൺ മെമ്പർഷിപ്പ് പറഞ്ഞാൽ? മെമ്പർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ അല്ലേ, എല്ലാവർക്കും, ഓൾ എലിജിബിൾ പേഴ്സൺ.
ദർ ഇസ് നോ എനി ഡിസ്ക്രിമിനേഷൻ, യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനോ സെക്സിൻ്റെ ബേസിലോ അല്ലെ മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയുന്ന ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ റിലീജിയൻ, ഏതെങ്കിലും റിലീജിയൻ്റെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷനോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷനോ ഏതെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസോ കളറോ യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവർക്കും എന്ത് നൽകും? മെമ്പർഷിപ്പ് നൽകും. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പാണ്. വളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയായിട്ടാണ്. ഓപ്പൺ മെമ്പർഷിപ്പ് പറഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യുക? മെമ്പർഷിപ്പ് നൽകും. ദെൻ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ അല്ലെ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മാനേജ്ഡ് ബൈ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് മെമ്പേഴ്സ്. ജനാധിപത്യ രീതിയിൽ എലക്ട് ചെയ്ത മെമ്പേഴ്സാണ് എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത്. അല്ലെ. കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെമ്പേഴ്സ് അല്ലെ, ഓഫ് ദി മെമ്പേഴ്സ്, ബൈ ദി മെമ്പേഴ്സ്, ഫോർ ദി മെമ്പേഴ്സ് അല്ലെ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണമാണെന്ത്? ജനാധിപത്യം. അതാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫോളോ ചെയ്യുന്നത്. ഇത് എന്തിൻ്റെ ബേസിലാണ്? വൺ മാൻ വൺ വോട്ട് എന്ന പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ്. എന്തല്ല? വൺ ഷെയർ വൺ വോട്ട് എന്ന രീതിയിലല്ല. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് മെമ്പേഴ്സാണ്. ദെൻ തേർഡ് പ്രിൻസിപ്പിളാണ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? ഒരു ഓട്ടോണമസ് സെൽഫ് ഹെൽപ്പ് ഓർഗനൈസേഷൻ, സ്വയം ഭരണമുള്ള മെമ്പേഴ്സ് സ്വയം ഭരിക്കുന്ന ഒരു സെൽഫ് എന്താണ് ഹെൽപ്പ് ഓർഗനൈസേഷനാണെന്ത്? കോപ്പറേറ്റീവ് സൊസൈറ്റി. ദേ മേക്ക് അറേഞ്ച്മെൻറ്റ് ടു കോൺട്രാക്ട് വിത്ത് അതർ ഓർഗനൈസേഷൻ. അവർക്ക് എന്ത് ചെയ്യാം? മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അല്ലേ. പല രീതിയിലുള്ള ടൈപ്പും മറ്റ് സ്ഥാപനവുമായിട്ട് ഉണ്ടാക്കാം. ദേ മേക്ക് അറേഞ്ച് ടു കോൺട്രാക്ട് വിത്ത് അതർ ഓർഗനൈസേഷൻ വിത്ത് ഗവൺമെൻറ് ആസ് എ റിസൾട്ട് ഓഫ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. അവർക്ക് സ്വയം ഭരണം ഉണ്ടായതുകൊണ്ട് മറ്റു സ്ഥാപനങ്ങളുമായിട്ടോ ഗവൺമെൻറ്റുമായിട്ടോ എല്ലാ രീതിയിലുള്ള കോൺട്രാക്റ്റും അവർക്ക് എന്ത് ചെയ്യാം? സ്ഥാപിച്ചെടുക്കാം. അപ്പോൾ മൂന്നെണ്ണം പറഞ്ഞത്: ഒന്ന് വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, രണ്ട് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മൂന്ന് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ദെൻ ഫോർത്ത് പ്രിൻസിപ്പിൾസ് മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷനോട് അർത്ഥമാക്കുന്നത് ദ പർപ്പസ് ബിഹൈൻഡ് ഓർഗനൈസിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കേണ്ടത് അല്ലേ, ബിഹൈൻഡുള്ള പർപ്പസ് എന്താണ്? പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. ഒരു മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ്, അതായത് സാമ്പത്തിക താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണെന്ത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അല്ലേ, പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. ആക്റ്റീവ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ മെമ്പേഴ്സ് ഈസ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് കോപ്പറേഷൻ. അല്ലേ, എല്ലാ മെമ്പേഴ്സിൻ്റെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷന് കോപ്പറേഷൻ്റെ എന്താണ്? ഒരു എഫക്റ്റീവായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. അപ്പോൾ മെമ്പറുടെ എക്കണോമിക് പാർട്ടിസിപ്പേഷനും വൺ ഓഫ് ദി മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷൻ. ദെൻ ഫിഫ്ത്ത് പോയിന്റ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. അഞ്ചാമത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ് കോപ്പറേറ്റീവ് ഷാൾ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫോർ ദെയർ മെമ്പേഴ്സ് എലക്റ്റഡ്, അപ്പോയിൻറ്റഡ്, റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് എംപ്ലോയീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ മെമ്പേഴ്സിനും എലക്റ്റ് ചെയ്ത ബോർഡിനാണെങ്കിലും അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സിനാണെങ്കിലും എന്ത് നൽകും? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങും നൽകും. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ മെമ്പേഴ്സിനും ഡയറക്ടേഴ്സിനും അതുമായി ബന്ധപ്പെട്ട റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ എന്ത് നൽകും? കോർപ്പറേഷനെ കുറിച്ചുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഇൻഫർമേഷനും നൽകണം എന്നതാണ് എന്ത് പറയുന്നത്? ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. ദെൻ സിക്സ്ത് പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സ് സെർവ് ദെയർ members most effectively and strengthen the cooperative movement by working together through local, national, regional and international level. അതായത് കോർപ്പറേഷൻ എന്ത് ചെയ്യുക? ജനങ്ങളിലേക്ക് എത്തിക്കാൻ. എങ്ങനെയൊക്കെ? ലോക്കൽ ലെവലിൽ,
നാഷണൽ ലെവലിൽ, റീജിയണൽ ലെവലിൽ, ഇൻ്റർനാഷണൽ. അപ്പോൾ എല്ലാ ലെവലിലും എന്തെത്തിക്കുക? കോപ്പറേഷൻ എത്തിക്കുക. കോപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്, ജനങ്ങളിലേക്ക് സഹകരണം എന്ത് ചെയ്യുക? എത്തിക്കുക. ഓക്കെ അല്ലോ, അതാണ് 6th പ്രിൻസിപ്പിൾ പറഞ്ഞത്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിൾ ICA, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, 1995 അല്ലേ, മാഞ്ചസ്റ്ററിൽ നടന്ന കോൺഫറൻസിൽ 1995 എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യണം? കോപ്പറേറ്റ് സൊസൈറ്റി എന്തും കൂടി പരിഗണിക്കണം, കമ്മ്യൂണിറ്റിയും കൂടി പരിഗണിക്കണം. ലൈക്ക് കോപ്പറേഷൻ എന്താണ്? ബേസിക്കലി പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി. സോ കോപ്പറേറ്റ് സൊസൈറ്റി ആൾ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമുണ്ട്. ഒരു കോപ്പറേറ്റ് സൊസൈറ്റിക്ക് എന്തുണ്ട്? ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ഉത്തരവാദിത്തം? ടുവാർഡ്സ് കമ്മ്യൂണിറ്റി ടു എൻഷർ ഡെവലപ്മെൻറ്റ് ഓഫ് സസ്റ്റൈനബിൾ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ. ഒരു സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഒരു കോപ്പറേറ്റ് സൊസൈറ്റിക്ക് ഉണ്ട്. കാരണം എന്താ? കോപ്പറേറ്റ് സൊസൈറ്റി എന്താണ്? പാർട്ട് ഓഫ് ദി സൊസൈറ്റിയാണ്. അത് എക്കണോമിക്കലായാലും സോഷ്യലായാലും കൾച്ചറൽ. അപ്പോൾ നമ്മൾ 7 പ്രിൻസിപ്പിൾസാണ് പറഞ്ഞത്. 1 വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, 3 ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, 4 മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷന്, 5 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷന്, 6 കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, 7 കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ലാസ്റ്റ് പറഞ്ഞ 7 പ്രിൻസിപ്പിൾസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസൊക്കെ അറിഞ്ഞിരിക്കണം. 4 സ്റ്റേജും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. 4ാമത് സ്റ്റേജ് എക്സ്പ്ലനേഷനും കൂടി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ കോപ്പറേഷൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. അടുത്തൊരു വീഡിയോയിൽ സെക്കൻഡ് മൊഡ്യൂളും മറ്റു ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.